ഹായ് ലേണേഴ്സ്, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ UGC നെറ്റിന്റെ ജൂൺ 2025 സൈക്കിൾ എക്സാംസ് കഴിഞ്ഞിരിക്കുകയാണ്. സോ അടുത്ത് നടക്കാനിരിക്കുന്ന ഡിസംബർ 2025 എക്സാമിലേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഒരു എക്സാമിന്റെ ഓവറോൾ സ്ട്രക്ചർ ഒന്ന് പറയാം. നമുക്ക് ഒരു വർഷത്തില് 2 സൈക്കിൾസിലാണ് UGC നെറ്റ് എക്സാം നടക്കുക. ഒന്ന് ഒരു ജൂൺ സൈക്കിൾ എക്സാം ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ഡിസംബർ സൈക്കിൾ എക്സാം ഉണ്ടാകും. വളരെ കൃത്യമായിട്ട് ഈ ഒരു ജൂൺ സൈക്കിളും ഡിസംബർ സൈക്കിളും ഇങ്ങനെ 2 സൈക്കിൾസിൽ വളരെ കൃത്യമായിട്ട് എക്സാം നടക്കുകയും കൃത്യമായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എക്സാം ആണ്. സോ ഈ ഒരു എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് കട്ട് ഓഫ് പബ്ലിഷ് ചെയ്യുമ്പോൾ 3 കാറ്റഗറീസിലാണ് കട്ട് ഓഫ് വരുന്നുണ്ടാവുക. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അവാർഡ് ഓഫ് JRF ആൻഡ് അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളതാണ്. ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന JRF, അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ, PhD അഡ്മിഷൻ എന്നിങ്ങനെ 3 എലിജിബിലിറ്റീസ് ആണ്. കാറ്റഗറി 2 വരുമ്പോഴേക്കും അപ്പോയിന്റ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD. അവിടെ നമുക്ക് JRF എന്ന് പറയുന്ന എലിജിബിലിറ്റി ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ അതുപോലെ തന്നെ PhD അഡ്മിഷൻ എന്ന് പറയുന്ന 2 എലിജിബിലിറ്റീസ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അഡ്മിഷൻ ടു PhD വൺലി ആണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അഡ്മിഷൻ ടു PhD വൺലി എന്ന് പറയുമ്പോൾ PhD അഡ്മിഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു എലിജിബിലിറ്റി മാത്രമാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ അങ്ങനെ 3 കാറ്റഗറീസിലാണ് നമുക്ക് കട്ട് ഓഫ് വരുന്നത്. ഈ ഒരു എക്സാമില് നമുക്ക് 2 പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് പേപ്പർ 1 ഒരു ജനറൽ പേപ്പർ ആണ്, രണ്ടാമത്തത് നമ്മുടെ സബ്ജക്ട് പേപ്പർ ആണ്. പേപ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് ആൾറെഡി പറഞ്ഞ പോലെ ഒരു ജനറൽ പേപ്പർ ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1-ൽ നിന്ന് ഉണ്ടാവുക ആൻഡ് 100 മാർക്സ് ആണ് ആ ഒരു പേപ്പർ 1-ന് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് 50 ക്വസ്റ്റ്യന് 100 മാർക്സ് ആണ് പേപ്പർ 1-ന് വരിക. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് പേപ്പർ ആണ്. അവിടെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആ 100 ക്വസ്റ്റ്യൻസിന് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് 200 മാർക്സ് ആണ് പേപ്പർ 2-ന് വരിക. സോ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 കമ്പൈൻ ചെയ്ത് 300 മാർക്സിനാണ് നമുക്ക് ഈ ഒരു എക്സാം നടക്കുന്നത്. സോ 300 മാർക്സിനുള്ള ഒരു എക്സാമിന് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 3 hours ആണ്. ആൻഡ് ഈ എക്സാം നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT മോഡ് എക്സാം ആണ്. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് എക്സാംസ് ആണ്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ഉണ്ടാകും. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കാൻഡിഡേറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഇനി ഈ പേപ്പർ 1 അല്ലെങ്കിൽ ജനറൽ പേപ്പർ എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റുകാർക്കും ഒരേ സിലബസ് തന്നെയാണ് കേട്ടോ. എല്ലാ സബ്ജക്റ്റിലുള്ള ആൾക്കാർക്കും ഒരേ സിലബസ് ആണ് പേപ്പർ 1-നുള്ളത്. ഈ പേപ്പർ 1-ന് നമുക്ക് 10 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അതിൽ ഓരോ മൊഡ്യൂളിനകത്തും ഇൻക്ലൂഡഡ് ആകുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോവാം. സോ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ കട്ട് ഓഫ് പറഞ്ഞപ്പോൾ ആ എലിജിബിലിറ്റീസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു എലിജിബിലിറ്റി ഉണ്ട്. സോ ആസ് എ ടീച്ചർ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് ഇൻക്ലൂഡഡ് ആവുക. അതായത് നമ്മുടെ ടൈപ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ ICT ടൂൾസ്, ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ICT ടൂൾസ്, അതുപോലെ തന്നെ സ്വയം പ്രഭ പോലുള്ള ഇനിഷ്യേറ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴേക്കും അവിടെ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ കട്ട് ഓഫ് ക്ലിയർ ആകുമ്പോഴേക്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു എലിജിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടി കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ് എ റിസർച്ചർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളാണ് രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ടൈപ്സ് ഓഫ് റിസർച്ച്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, പ്ലെജേറിസം, അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് വരുന്നുണ്ടാവുക. സോ ഈ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഈ 2 മൊഡ്യൂൾസും കുറച്ചൊരു കൺസെപ്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന മൊഡ്യൂൾസ് ആണ്.
ദെൻ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പാസേജ് ഉണ്ടാകും. അതിനെ റിലേറ്റ് ചെയ്തിട്ട് ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ആ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതിയാവും ഈ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിന്. വളരെയധികം ഈസി ആയിട്ടുള്ള, വളരെയധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമുക്ക് ജനറൽ ആയിട്ടും വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂളിനകത്ത് നിന്ന് ചോദിക്കാം. ദെൻ അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മാത്തമെറ്റിക്കൽ റീസണിങ് ആണ്. ആ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, അതുപോലെ ആവറേജ്, റേഷ്യോ, അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ് പോലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ നിന്ന് വരിക. ദെൻ ആറാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ലോജിക്കൽ റീസണിങ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ മൊഡ്യൂൾസ് ഒക്കെ എല്ലാവരും പൊതുവെ കേട്ടിട്ടുള്ള, പരിചയിച്ചിട്ടുള്ള മൊഡ്യൂൾസ് ആണെങ്കിലും ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ട് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകാരും ഡീൽ ചെയ്യുന്ന ഒരു മൊഡ്യൂൾ അല്ല, അല്ലെങ്കിൽ ഒരു ഏരിയ അല്ല ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ഒരു കൃത്യമായിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ഉണ്ട് ഈ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ. അതായത് ആ സിലബസ് തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് മേജറായിട്ടും പറയുന്ന കാര്യങ്ങൾ നമ്മുടെ യൂസസ് ഓഫ് ലാംഗ്വേജ്, അതുപോലെ തന്നെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ, പ്രമാണാസ്, ഹേതുഭാസാസ്, ഫാലസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ഏരിയാസ് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു മൊഡ്യൂള് വളരെ പ്രോപ്പർ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ആറാമത്തെ മൊഡ്യൂളായിട്ടുള്ള ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ദെൻ ഏഴാമത്തെ മൊഡ്യൂള് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. നമുക്കൊരു ടേബിൾ ഉണ്ടാകും. ടേബിൾ ക്വസ്റ്റ്യൻസ് ആണ് ജനറലി ചോദിക്കാറ്. സോ നമുക്കൊരു മാത്തമെറ്റിക്കൽ ടേബിൾ ഉണ്ടാകും. ആ ടേബിളിനെ ബേസ് ചെയ്ത് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാമായിരിക്കും. നമുക്ക് സ്ഥിരമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ എക്സ് ഈസ് ഡാഷ് പെർസെന്റേജ് ഓഫ് വൈ, അല്ലെങ്കിൽ എക്സ് ഈസ് ഡാഷ് പെർസെന്റേജ് മോർ ദാൻ വൈ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റേഷ്യോസിനെ ബേസ് ചെയ്തിട്ടും പെർസെന്റേജസിനെ ബേസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ വരുന്നുണ്ടാവുക. ദെൻ എട്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ്, ICT ആണ്. ആ ഒരു മൊഡ്യൂളിനകത്ത് നിന്ന് ആക്ച്വലി നമ്മളിപ്പോ ഒരു ഡിജിറ്റൽ വേൾഡിലാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങൾ, ഇപ്പൊ ബ്ലൂടൂത്തിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വൈഫൈനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, മാൽവെയേഴ്സ്, അങ്ങനെ നമ്പർ കൺവേർഷൻസ്, എക്സൽ പോലുള്ള ഏരിയാസ് ഒക്കെയാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിനകത്ത് നിന്ന് കവർ ആവുക. ദെൻ ഒൻപതാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആണ്. ഈ ഒരു മൊഡ്യൂൾ ശരിക്കും കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള മൊഡ്യൂളാണ്. അതായത് അവിടെ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, അതുപോലെ തന്നെ കുറച്ചധികം കൺവെൻഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ, മോൺട്രിയൽ പ്രോട്ടോകോൾ, എർത്ത് സമ്മിറ്റ്, അങ്ങനെയുള്ള കുറച്ചധികം കൺവെൻഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ പൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, അങ്ങനെ പൊല്യൂഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു 9th മൊഡ്യൂളിൽ വരുന്നുണ്ടാവുക. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഹയർ എഡ്യൂക്കേഷനകത്ത് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മുടെ ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ്, നളന്ദ, തക്ഷശില പോലുള്ള യൂണിവേഴ്സിറ്റീസ്, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസീസ് 1968, 1986, 2020 പോളിസി, അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻ, നമ്മുടെ കോത്താരി കമ്മീഷൻ, അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അങ്ങനെയുള്ള കുറച്ച് കമ്മീഷൻസും കമ്മിറ്റീസ്, ഇതൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിനകത്ത് ഇൻക്ലൂഡഡ് ആവുക. അതുപോലെ ആൻഷ്യന്റ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്.
സോ ഇതിൽ നമ്മൾ ഈ ഒരു 10 മൊഡ്യൂൾ പറഞ്ഞതിൽ ലാസ്റ്റ് 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റും ഹയർ എഡ്യൂക്കേഷൻ, ഈ 2 മൊഡ്യൂളും കുറച്ചൊരു സ്റ്റാറ്റിക് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. ബാക്കിയുള്ള മൊഡ്യൂൾസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചിങ് ആയാലും റിസർച്ച് ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും നമുക്ക് ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി വേണ്ടുന്ന മൊഡ്യൂൾസ് ആണ്. ആൻഡ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് 10 മൊഡ്യൂൾസിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ജൂൺ 2025 സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരു ജനറൽ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലാണ്. എല്ലാ സബ്ജക്റ്റുകാർക്കും ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലാണ് പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നമ്മൾ മോസ്റ്റ്ലി കാണുന്ന എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു സൈക്കിളിലും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇപ്പോൾ ടീച്ചിങ്ങിൽ നിന്നാണെങ്കിലും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സ്വയംപ്രഭ പോലുള്ള കാര്യങ്ങളും അസസ്മെന്റ് ഇവാലുവേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണെങ്കിലും ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ചിട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഏരിയാസിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഈ UGC നെറ്റിന്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാ സൈക്കിളിലും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുവരെയും കണ്ടിട്ടും അല്ലെങ്കിൽ ഇതുവരെയും നമ്മൾ അങ്ങനെ നമുക്കൊരു സിലബസ് വൈസ് പഠിക്കേണ്ടതല്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാ സൈക്കിളിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ജൂൺ 2025 സൈക്കിളിൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ട ഒരു ടോപ്പിക് നമ്മുടെ മൂവീസിനെ കുറിച്ചിട്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ മൂവിനെ കുറിച്ചിട്ടും അതിന്റെ ഡയറക്ടേഴ്സിന്റെ മൂവീസിന്റെ ക്രോണോളജി അറേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസും കൂടി ഈ ഒരു സൈക്കിളിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പേപ്പർ 1 ഡീല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പഠിച്ചു തുടങ്ങേണ്ടത് എന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഏതൊരു എക്സാം പഠിക്കുമ്പോഴും നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ, അല്ലെ ആദ്യമേ നമ്മൾ ബുക്ക് എടുത്ത് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ വേണ്ടുന്ന കാര്യമാണ് സിലബസ് എന്ന് പറയുന്നത്, അല്ലെ. UGC നെറ്റിന്റെ വെബ്സൈറ്റിൽ UGC നെറ്റിന്റെ സിലബസ് അവൈലബിൾ ആണ്. സോ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം സിലബസ് എടുത്ത് വെക്കുക. ആൻഡ് സിലബസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഓരോ മൊഡ്യൂളിനകത്തും എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് 10 ഇയേഴ്സിലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് നിങ്ങളൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുക. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉറപ്പായിട്ടും എന്തിൽ ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ അത് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, ഈ ഒരു പർട്ടിക്കുലർ കാര്യമൊന്നും സിലബസിൽ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ നമ്മൾ ഇത് എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞ പോലെ എല്ലാ സൈക്കിളിലും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പുതിയതായിട്ട് ചോദിച്ച ഏരിയാസുമായിട്ട് കണക്ട് ചെയ്ത് അടുത്തൊരു എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു എക്സാമിന്റെ ഓപ്ഷൻസ് ആയിരിക്കും അടുത്തൊരു എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ സിലബസ് മാത്രം നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു പോകുന്ന തരത്തിലല്ല ഈ ഒരു എക്സാം നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ഉറപ്പായിട്ടും എന്ത് അനലൈസ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യണം. അതല്ലാതെ ഒരു കാരണവശാലും നമ്മൾ പഠിച്ച് തീർന്നിട്ടില്ലല്ലോ, സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ഒരു എക്സാമിൽ അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കാൻ പാടില്ല. നമുക്ക് ശരിക്കും ആദ്യമേ നമ്മൾ സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യുക. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എങ്ങനെയാണ്, നമുക്ക് ഒരു സൈക്കിളിൽ നിന്നും അടുത്തൊരു സൈക്കിളിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസിലൂടെ കിട്ടും. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഞാൻ ആൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് വളരെ ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ കുറച്ചൊന്ന് മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ മോഡറേറ്റ് ടു ടഫ് ലെവൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ വരാറുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 4 to 5 മാർക്സ് ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി ഒരു 6 months ആണ് നമുക്ക് മുന്നിലുള്ളത്. അടുത്ത ഡിസംബർ സൈക്കിളിലേക്ക് 6 months ആണ് മുന്നിലേക്കുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ചു തുടങ്ങുന്ന ദിവസം തന്നെ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു 5-10 മിനിറ്റോ മതിയാവും ഈ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു 5-10 മിനിറ്റ് ഉറപ്പായിട്ടും റീഡിംഗ് കോംപ്രിഹെൻഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ സ്ഥിരമായിട്ട് നമുക്കൊരു പ്രാക്ടീസ് വേണ്ടുന്ന ഒരു ഏരിയ ആണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പേപ്പർ 1നും പേപ്പർ 2നും കൂടെ 3 hours നമുക്ക് മൊത്തം എക്സാമിന് ഉണ്ടെങ്കിലും പേപ്പർ 1ന് ഒരു 1 hour ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. പേപ്പർ 1ന് ഒരു 1 hour, പേപ്പർ 2ന് നമുക്കൊരു 2 hours. അങ്ങനെയാണ് നമുക്ക് ടൈം ഡിവൈഡ് ചെയ്യേണ്ടത്. കാരണം പേപ്പർ 2ന് 200 മാർക്സ് ആണ്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൈം അലോക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമുക്ക് ഒന്ന് നമ്മൾ വളരെ വളരെ ഈസിലി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. എന്താണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. 2, നമുക്ക് അതിൻ്റെ ഒരു സ്പീഡ് കിട്ടണം. കാരണം ആ ഒരു 5 മിനിറ്റിനുള്ളിൽ 5-10 മിനിറ്റിനുള്ളിൽ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്പീഡ് ഉണ്ടാവണം. സോ ഇത് രണ്ടും നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതിയാകും. അപ്പോൾ മാത്സിലൊക്കെ ബേസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുതലേ തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതെല്ലാം മാത്സ് കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ട്, അല്ലെങ്കിൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ബേസിക്സ് ഒക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു 6 മാസവും അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മുടെ കയ്യിൽ ഇപ്പോ ഒരു സിലബസ് ഉണ്ട്. കൃത്യമായിട്ട് സിലബസ് എന്താണ്, എന്തൊക്കെയാണ് സിലബസിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓരോ മൊഡ്യൂളിൽ നിന്നും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്ന ഏരിയാസ്, അതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈ 2 മൊഡ്യൂളും എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വരെയാണ് നമ്മൾ പറഞ്ഞത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 6 months കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പേപ്പർ 2ന്റെ സിലബസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷെ സ്റ്റിൽ നമ്മളൊരു 5 വർഷം പഠിക്കുന്ന കാര്യങ്ങൾ, ഡിഗ്രിക്കും നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷനിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു സിലബസിന് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു PG ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗ്യാപ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരൊന്ന് തിരിച്ച് ഈ ഒരു ട്രാക്കിലേക്ക് വരാൻ ഒരു ഇത്തിരി സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെച്ച് ഉള്ള ടൈം ടേബിൾ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക് വൈസ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. കാരണം നമുക്ക് അങ്ങനെ ഒരു വെൽ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു 5 മാസത്തില്, ഡിസംബറിലെ എക്സാം ആണെങ്കിൽ ഇപ്പൊ ജൂലൈ തൊട്ട് തുടങ്ങി നവംബർ വരെ വരുമ്പോൾ ഒരു 5 months ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതില് ആ ഒരു 5 months കൊണ്ട് പ്രോപ്പർ ഒരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 പേപ്പേഴ്സും കൂടെ കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ ആൾറെഡി പറഞ്ഞതാണ്, പേപ്പർ 1ന് 50 ക്വസ്റ്റ്യൻസും പേപ്പർ 2ന് 100 ക്വസ്റ്റ്യൻസും ആണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ടൈം അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കാനുള്ള ടൈം കൃത്യമായിട്ട് ഈ 2 പേപ്പറിന് പഠിക്കാൻ ടൈം കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈം അലോക്കേറ്റ് ചെയ്യണം. സോ പ്രോപ്പർ ആയിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ആൻഡ് ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. കാരണം നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന് മാത്രമാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് നമ്മുടെ ഇതുവരെയുള്ള നോളജ് എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഫ്രം സീറോയിൽ നിന്നാണോ, അതല്ല നമുക്ക് കുറച്ച് ബേസ് ഉണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ. സോ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമുക്ക് തന്നെയാണ്. സോ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം അറിയുന്നതും
നമ്മുടെ ഒരു വ്യക്തിക്ക് എന്തുമാത്രം ടൈം അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതും അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോ മറ്റൊരാളുടെ ടൈം ടേബിള് ഒരാൾക്ക് ഫിറ്റ് ആവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണെന്ന് നോക്കുക. അതിന് ഒരു ദിവസം 4 to 5 hours എങ്കിലും പഠിക്കാനായിട്ട് കിട്ടുന്ന തരത്തിൽ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഇടുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ആദ്യമേ ഒന്ന് കവർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും നോക്കുക. നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടൈം ടേബിൾ എന്തായിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം. നമ്മളൊരു മാസം കൊണ്ട് സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു അൺറിയലിസ്റ്റിക് ഗോൾസിലേക്കൊന്നും പോവാതെ വളരെ നമ്മളെ ഓവർ ബേർഡൻ ചെയ്യിക്കാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമുക്ക് വളരെയധികം ഒരു ആവേശമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനോടുള്ള ഒരു മോട്ടിവേഷൻ പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ഷോർട്ട് ടേമിലാണ് ഈ എക്സാം നടക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരു 5 മാസമുണ്ട്. 5 മാസം പഠിക്കുക, 6ാമത്തെ മാസം നമുക്കൊരു എക്സാം നടക്കുകയാണ്. അഞ്ചോ അല്ലെങ്കിൽ ഒരു 6 മാസം നമ്മൾ പഠിക്കുന്നു. ഡിസംബറിൽ നമുക്ക് അടുത്ത സൈക്കിൾ എന്ന് പറയുന്നത് ഡിസംബർ ആണ്. ആ ഡിസംബറിൽ എക്സാം നടക്കുന്നു. സോ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഒരു ദിവസം പഠിച്ചു, അടുത്തൊരു 4-5 ദിവസം നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പഠിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഫ്രം ദ സ്റ്റാർട്ട് ഒന്നേന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഗോള് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, കൺസിസ്റ്റൻസി വേണം. സോ പ്രോപ്പർ ആയിട്ട് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും പഠിക്കാനായിട്ട് നീക്കി വെക്കുക എന്നുള്ളത് ഈ ഒരു എക്സാമിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടൈം മാനേജ്മെന്റ് ആണ്. ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നമുക്ക് പ്രയോറിറ്റീസ് ഉണ്ടാകും. സോ അതിനുള്ളിൽ ഉറപ്പായിട്ടും ഈ ഒരു 6 മന്ത്സിലേക്ക് നമുക്ക് ഈ ഒരു എക്സാം പ്രയോറിറ്റൈസ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് ടൈം മാനേജ് ചെയ്യുക. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഈ 2 പേപ്പറിനും ഒരു ടൈം അലോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അതായത് ഒരു പേപ്പറിന് കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ ഒരു പേപ്പർ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി എടുക്കരുത്. സ്റ്റിൽ ഒരു പേപ്പറിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം തോന്നിയാലും ആ സബ്ജക്ട് പേപ്പറിന് ഒരു ഇച്ചിരിയും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഒത്തിരിയധികം ക്വസ്റ്റ്യൻസ് വരുന്നത് സബ്ജക്ട് പേപ്പറിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു കുറച്ച് വെയിറ്റേജ് കൂടുതൽ സബ്ജക്ട് പേപ്പറിന് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് 2 പേപ്പറിനും ഒരു നിശ്ചിത മാർക്ക് വാങ്ങാതെ നമുക്ക് ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ എൻ്റെലി നമുക്കൊരു പേപ്പർ ഇഗ്നോർ ചെയ്തിട്ട് ഒരു പേപ്പർ മാത്രം നമുക്ക് പഠിച്ചിട്ട് പോയി പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ഇത്. ദെൻ റിവിഷനെ സംബന്ധിച്ചിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഈ പഠിക്കുമ്പോൾ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എക്സാം ഹാളിൽ എത്തുമ്പോഴേക്കും നമ്മളെല്ലാം മറന്നു പോകും എന്നുള്ളതാണ്. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ റിവിഷന് വേണ്ടിയിട്ടും കൂടി ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. അതായത് ഒരു വീക്ക്ലി റിവിഷൻ, അതുപോലെ തന്നെ മന്ത്ലി റിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് റിവിഷന് വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. കാരണം റിവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ വെറുതെ ആയി. സോ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ റിവൈസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു കാരണവശാലും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ലാസ്റ്റിലേക്ക് കൊണ്ടുവെക്കരുത്. നമുക്ക് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ആ കഴിഞ്ഞ മൊഡ്യൂളിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഈ റിവിഷന്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അപ്പോൾ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പഠിച്ചതിലുള്ള ഗ്യാപ്പുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു ഗ്യാപ്പുകളൊക്കെ മനസ്സിലാക്കി അങ്ങനെ നമുക്ക് തന്നെ ഒരു ഫീഡ്ബാക്ക് എടുത്തെടുത്ത് വേണം ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു എക്സാമിൽ നമ്മൾ മുന്നോട്ടേക്ക് പോവാനായിട്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഒരു 300 മാർക്സിനാണ് നടക്കുന്നത്. 150 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റിലാണ് എക്സാം. 3 hours എന്ന് പറയുമ്പോൾ 180 മിനിറ്റ്സ് ആണ് എക്സാമിന് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഈ 180 മിനിറ്റ്സ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു എക്സാമിന് നമുക്കൊരു 1.2 മിനിറ്റ്സ് ഒക്കെ കിട്ടുന്നുള്ളൂ. സോറി, ഒരു ക്വസ്റ്റ്യന് നമുക്ക് 1 അല്ലെങ്കിൽ 1.2 മിനിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡ് എന്ന് പറയുന്ന കാര്യം
വളരെ ഇമ്പോർട്ടന്റ് ആണ്. CBT മോഡും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു CBT മോഡ് പരിചിതമായിരിക്കണം എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുകയും വേണം. കാരണം നമ്മൾ ആ ഒരു എക്സാമിനകത്ത് ടൈം മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു 180 മിനിറ്റ്സിനുള്ളിൽ 150 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെയും നമ്മൾ വായിച്ചെത്തുക, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഒരു ആൻസർ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു 6 മാസത്തിൽ നിങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇത്. എപ്പോഴും നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ വെറുതെ ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റിരുന്ന് ഇത് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉറപ്പായിട്ടും സിലബസും PYQ അനാലിസിസും ചെയ്യുക. കാരണം എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സിലബസിനുള്ളിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം ഇരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലാണ്. സോ പ്രോപ്പർ ആയിട്ട് 2 പേപ്പേഴ്സിനും കൃത്യമായിട്ട് ടൈം അലോക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആകാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ UGC നെറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റട്ടെ, കൃത്യമായിട്ട് വിജയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.